സോണിയാഗാന്ധി രാജസ്ഥാനിൽ നിന്ന് രാജ്യസഭയിലേക്ക് മത്സരിക്കും. ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. സോണിയാഗാന്ധിയും മുതിർന്ന കോൺഗ്രസ് നേതാക്കളും രാജസ്ഥാനിലെ ജയ്പൂരിൽ എത്തിക്കഴിഞ്ഞു എന്നാണ് വിവരം. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു. രാധാകൃഷ്ണൻ, പറയൂ വിവരങ്ങൾ. പ്രവർത്തനത്തിൽ സോണിയാഗാന്ധി രണ്ടാമത്തെ അധ്യായം കുറിക്കുകയാണ്. ലോക്സഭയിൽ നിന്നും രാജ്യസഭയിലേക്ക് സോണിയാഗാന്ധി എത്തുന്നു. ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് സോണിയാഗാന്ധിക്ക്. എന്നാൽ പാർലമെന്റിൽ കോൺഗ്രസിന്റെ ഭാഗമായിട്ട് സോണിയാഗാന്ധി ഉണ്ടാകണം എന്നുള്ളത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനമാണ്. നിലവിൽ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയുടെ അധ്യക്ഷ കൂടിയാണ് സോണിയാഗാന്ധി. അതുകൊണ്ട് സോണിയാഗാന്ധി രാജ്യസഭയിൽ എത്തിക്കാനാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ തീരുമാനം. നിലവിൽ റായ്ബറേലിയിലെ ലോക്സഭാ അംഗമാണ് സോണിയാഗാന്ധിക്ക് പകരം പ്രിയങ്ക ഗാന്ധി വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ നിന്ന് മത്സരിക്കുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഇതിന് മുന്നോടിയായിട്ടാണ് സോണിയാഗാന്ധി 15-ാം തീയതി നടക്കാൻ പോകുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ രാജസ്ഥാനിൽ നിന്ന് രാജ്യസഭയിലേക്ക് എത്താനായിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തുന്നത്. ഇന്ന് ജയ്പൂരിൽ എത്തിയിട്ടുള്ള സോണിയാഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ അടക്കമുള്ളവർ സോണിയാഗാന്ധിയെ അനുഗമിക്കുന്നുണ്ട്. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട താൻ രാജ്യസഭയിലേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിൽ സോണിയാഗാന്ധി നിലപാട് വ്യക്തമാക്കുമെന്നാണ് നമുക്കറിയാനായി സാധിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് നിലവിലുള്ള സാഹചര്യം അതീവ ദുഷ്കരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ കാലാവസ്ഥയാണ് സമ്മാനിച്ചിരിക്കുന്നതെന്ന് നമുക്കറിയാം. റായ്ബറേലിയിൽ സോണിയാഗാന്ധി തുടർച്ചയായിട്ട് ലോക്സഭാ സീറ്റിൽ വിജയിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. കഴിഞ്ഞ തവണ അമേത്തിയിൽ രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടപ്പോഴും സോണിയാഗാന്ധി റായ്ബറേലിയിൽ വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മാത്രമല്ല റായ്ബറേലിയിലെ വികസന പ്രവർത്തനങ്ങൾ, കോച്ച് ഫാക്ടറി അടക്കമുള്ളവ ഒക്കെ ഈ UPA കാലത്ത് സോണിയാഗാന്ധിയുടെ ഭാഗമായിട്ട് ഉണ്ടായതാണ് എന്ന വിധത്തിലുള്ള വിലയിരുത്തുന്ന ഒരു സാഹചര്യവുമുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ റായ്ബറേലിയിൽ സോണിയാഗാന്ധി മത്സരിക്കേണ്ട എന്ന് കോൺഗ്രസ് നേതൃത്വം തീരുമാനിക്കുകയും പകരം പ്രിയങ്ക ഗാന്ധിയെ അവിടേക്ക് നിയോഗിക്കാൻ ഉള്ള ഏതാണ്ട് ധാരണയായിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് സോണിയാഗാന്ധി ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി പോകുന്നത്. ഓക്കെ, താങ്ക് യു ആർ രാധാകൃഷ്ണൻ. എന്തായാലും സോണിയാഗാന്ധി രാജ്യസഭയിലേക്കെന്നുള്ള വാർത്തയാണ് രാധാകൃഷ്ണൻ റിപ്പോർട്ട് ചെയ്തത്.